അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ഒരു ജലാശയത്തിൽ, അത് ചെറിയ കുളമോ കിണറോ വാട്ടർ ടാങ്കോ അല്ലെങ്കിൽ കായലോ കടലോ എന്തുമാകട്ടെ, അതൊന്നും അറിയാൻ പാടില്ല. അത് നമ്മൾ അബദ്ധവശാൽ ഒരു ജലാശയത്തിൽ മുങ്ങിപ്പോയി, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭയം, ആ ഭയം കാരണം നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എന്നാൽ ആ മുങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെ ശരിയായിട്ട് കണ്ടു കഴിഞ്ഞിട്ടാണ് മുങ്ങണമെങ്കിൽ ഇതിൻ്റെ ആ ഭയത്തിന് വളരെ വലിയ മാറ്റം ഉണ്ടാകും. ഭയമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് അത് എൻജോയ് ചെയ്യുക വരെ ചെയ്യാം. രക്ഷപ്പെട്ടു പോരുക എന്നുള്ളതല്ല, എൻജോയ് ചെയ്യുക വരെ ചെയ്യാം. അപ്പോൾ ഒരു കാര്യത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട് സമീപിക്കുന്നതും അറിയാതെ സമീപിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ 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 എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് പറഞ്ഞാൽ തന്നെ മനസ്സിലാകാത്ത വിധത്തിൽ അത്ര വ്യത്യസ്തമായിരിക്കും, മാരകമായിരിക്കും. നമ്മൾ ഒന്ന് കാല് താഴോട്ട് താത്തി നോക്കിയാൽ അതിൻ്റെ ഗ്രൗണ്ടിലേക്ക് എത്തി രക്ഷപ്പെടാൻ പറ്റുന്നത് പോലും നമുക്ക് ആ സമയത്ത് സാധ്യമല്ലാതെ വരും. അതുകൊണ്ട് ചെറിയൊരു വാട്ടർ ടാങ്കിലാണ് കിടക്കുന്നത് എന്ന് നമ്മൾ അറിയാത്തിടത്തോളം കാലം നമ്മൾ കാല് താഴ്ത്തി അതിൻ്റെ ബോട്ടം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാതെ നമ്മൾ ആ വെള്ളത്തിൽ കിടന്ന് മരിച്ചു പോകും. പക്ഷേ നമുക്ക് നേരത്തെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് എത്ര വേണമെങ്കിൽ ആസ്വദിച്ച് അവിടെ കിടക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ, ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണെന്ന് ചോദിച്ചു നീന്തി തുടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിൻ്റെ ആഴത്തെപ്പറ്റി നമുക്ക് ബോധ്യമില്ലാത്തിടത്തോളം കാലം, അത് നമ്മൾ അറിയാതെ ഒരു അപകടത്തിലാണ് അതിനകത്തേക്ക് വീണ് നമ്മൾ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ വരും. മാനസികമായിട്ട് നമുക്ക് അതിനുള്ള ഒരു അവസരം നഷ്ടപ്പെടും. മാനസികമായിട്ടുള്ള ഭയം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ ബുദ്ധിക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ വരും. ബുദ്ധിയും മനസ്സും അഹങ്കാരവും നമ്മൾ പരസ്പരം കോർഡിനേറ്റ് ചെയ്താണ് ഒരു ജീവി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ആവശ്യാനുസരണം വ്യത്യാസപ്പെടുത്തി പരസ്പര ബന്ധമില്ലാതെ നമുക്ക് ഒരു പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല. ഇത് സിങ്ക്രണൈസ് ചെയ്തു പോകണം. അതിൻ്റെ വ്യത്യാസത്തിലാണ് വ്യക്തികൾ വലിയ വലിയ വ്യത്യസ്തരായി മാറുന്നത്. വലിയ തരത്തിൽ വ്യക്തികൾ തമ്മിൽ വ്യത്യസ്തത പുലർത്തുന്നതിന്റെ കാരണം മനോബുദ്ധി അഹങ്കാരുടെ സിങ്ക്രണൈസേഷൻ, അതിൻ്റെ ഡിഫറൻസിലാണ്. നമ്മൾ എന്ത് ചെയ്താലും ഒരു കറി ഉണ്ടാക്കിയാൽ തന്നെ അതിൻ്റെ കൂട്ടനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അതിൻ്റെ ആ പാകം വേവിക്കുന്നതിൻ്റെയും അതിൻ്റെ നമ്മൾ ചിലപ്പോൾ വറക്കുന്നതിൻ്റെയും, ചിലപ്പോൾ കരിഞ്ഞു പോകും, ചിലപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ വറുത്തിടുന്നതിൻ്റെയും, ഇങ്ങനെ എല്ലാത്തിൻ്റെയും അതിൻ്റെ ഓരോ ആ ചേരുവകളുടെയും വ്യത്യസ്തത അനുസരിച്ചിട്ട് കറികൾക്ക് എങ്ങനെയാണോ ടേസ്റ്റ് വ്യത്യാസം വരുന്നത്, പിന്നെ അതിൻ്റെ ആ പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ തീയുടെ അളവ്, അത് കൂട്ടി വെച്ചാണോ എടുക്കുന്നത്, കുറച്ച് വെച്ചാണോ എടുക്കുന്നത്, എത്ര ടൈം കൊണ്ടാണിത്, ഇതെല്ലാം ആ കറിയുടെ ടേസ്റ്റിനെ ബാധിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളുടെ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളും ശരീരവും കൂടിയുള്ള ആ ഏകോപനം എങ്ങനെയാണ്, അതിൻ്റെ സമ്മേളിത ഭാവം എങ്ങനെയാണ്. ഇതിനകത്ത് ശരീരം എന്നൊരു ഒറ്റയ്ക്ക് പറഞ്ഞാലും അതിനകത്ത് എന്തൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, എനർജി എന്ന് നമ്മൾ
വേർതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഭൗതിക അവസ്ഥയിൽ വ്യത്യാസം, ഭൗതിക ശരീരം എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ എല്ലാം ഇതിനകത്ത് നമ്മൾക്ക് ഇതിനെ ഓരോന്നിനെയും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വീണ്ടും 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 അതിനകത്ത് ഘടകങ്ങളുണ്ടായിരിക്കും. ഇതിലുണ്ടോ ഭൗതികം എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഖരം എന്ന് പറഞ്ഞ് കാണുന്നത് എല്ലാത്തിലും ഈ ഖരദ്രാവക വാതക ഊർജങ്ങളുണ്ട്. എങ്കിലും ചിലതിനെ നമ്മൾ ഖരമെന്ന് പറയും, ചിലതിനെ വാതകം എന്ന് പറയും, ചിലതിനെ ദ്രാവകം എന്ന് പറയും. ഇങ്ങനെ അതിനകത്ത് എല്ലാത്തിലും ഊർജം ഉണ്ട് താനും. അപ്പൊ ഇതിനെയൊക്കെ ഓരോന്നിനെ പറ്റി പഠിക്കുമ്പോൾ അതിനും വീണ്ടും 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 ഘടകങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ പ്രധാനമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ജീവികളെല്ലാം കൂടെ മൃഗങ്ങളും മനുഷ്യനും എന്ന് വേർതിരിച്ച്, ഈ മനുഷ്യരിൽ തന്നെ ആണും പെണ്ണും എന്ന് വേർതിരിച്ച്, ആണും പെണ്ണും എല്ലാം ഒന്നാണ്, എല്ലാവരും ആണും പെണ്ണും മാത്രമായിട്ടാണ്. അത് ഓരോ കോടാനുകോടി ജനങ്ങളുണ്ടെങ്കിൽ അത്രയും വ്യത്യസ്തതകളാണുള്ളത്. എന്താണ് ഇതിനകത്ത് ഓരോ ഘടകങ്ങളുടെ വ്യത്യാസം. ഈ ഘടകങ്ങളുടെ എത്രമാത്രം ഘടകങ്ങൾ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുവോ അത്രയും അതിൻ്റെ എഫിഷ്യൻസി കൂടിയിരിക്കും. അതുകൊണ്ടാണ് ഈ എഫിഷ്യൻസിയുടെ വ്യത്യാസത്തിൽ എഫിഷ്യൻസി റിസീവ് ചെയ്യുന്നതിലും എക്സിബിറ്റ് ചെയ്യുന്നതിലും ഒക്കെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യരെ നമുക്ക് വ്യത്യസ്തരായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ അവഗമനം നമ്മൾ ശരിക്ക് ഒരു കാര്യം അറിയുന്നതിന് മുമ്പും അറിഞ്ഞു കഴിഞ്ഞും ഒരേ അനുഭവം ഉണ്ടായാലും അതിൻ്റെ അവഗമനത്തിൽ വ്യത്യാസം വരും. അനുഭവം എന്ന് ഞാനിവിടെ പറഞ്ഞത് ഇന്ദ്രിയ ഗോചരത്വം. ഇപ്പൊ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് സ്പർശം കൊണ്ടാണ്. ചുറ്റും വെള്ളം സ്പർശിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഫിസിക്കലായിട്ടുള്ള അനുഭവം, അതിന് നമ്മൾ അവഗമനം എന്ന് പറഞ്ഞത് നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള അനുഭവം. സ്പിരിച്വൽ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ഇന്ദ്രിയ ഗോചരത്വം ആണ് ഫിസിക്കൽ എന്ന് പറഞ്ഞത്, ഭൗതികം. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗോചരങ്ങളായതിൽ നിന്ന് അനലൈസ് ചെയ്ത് ഊഹിക്കുന്നതാണ് സ്പിരിച്വൽ. ഊഹിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് ഒന്നുമല്ല. നമ്മൾ ഒരു കാറിനകത്ത് ഇവിടുന്ന് ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പുറപ്പെടുകയാണ്. ഒരാളോട് പറയുന്നു, ഞാനിവിടെ ചേർത്തല വരെ എത്തിയിട്ടുണ്ട്, ആലപ്പുഴയിൽ ഇത്ര നേരം കൊണ്ട് എത്തും എന്ന് പറഞ്ഞാൽ എന്താണ് അത്? നമ്മൾ ഇത്ര സ്പീഡിലാണ് നമ്മുടെ വണ്ടി പോകുന്നതെന്നും ഇത്ര സമയത്ത് ഇത്ര കിലോമീറ്റർ കവർ ചെയ്യുന്നു എന്നുള്ള കണക്ക് കൂട്ടലിൽ ഊഹിച്ചാണ് പറയുന്നത് അവിടെ എത്തുമെന്ന്. ബ്ലോക്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് വ്യത്യാസം വരും. ഇത് തന്നെയാണ് നമ്മൾ സ്പിരിച്വൽ. അതൊക്കെ എന്താണ്? സ്പിരിച്വൽ ആണ് സംഭവം. ഇന്ദ്രിയ ഗോചരത്വം ഉള്ള കാര്യങ്ങളെ അതിനെ നമ്മൾ ഏത് വിധത്തിൽ അനലൈസ് ചെയ്യുന്നതനുസരിച്ച് ആ അനാലിസിസിന്റെ ഒരു റിസൾട്ടന്റായിട്ട് ഇങ്ങനെ വരും എന്ന് ഊഹിച്ചു പറയുകയാണ്. അത് നമ്മൾ എല്ലാ കണ്ടുപിടുത്തത്തിലും നമ്മൾ ഈ പ്രയോഗങ്ങളില്ലാതെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. എന്താ അറിയോ? നമ്മൾ ചെയ്യുന്ന റിസൾട്ട് തന്നെ ആദ്യം കണ്ടത് തന്നെ ഇപ്പൊ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പുരോഗമനമില്ല. അതിനെ നമ്മൾ ഇതുവരെ ചെയ്യാത്തതിലേക്ക് ഭാവന ചെയ്ത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ചേർത്തല വരെ എത്തി, അത് നമുക്കേ അറിയാവുള്ളൂ. നമുക്ക് ചെയ്ത സാധനമേ അറിയാവുള്ളൂ. മുമ്പോട്ട് ഇന്നത് ഇത്ര സമയത്ത് എത്തുമെന്ന് അറിയാനും മേലെ അങ്ങോട്ട് പോകുകയില്ലെന്നുണ്ടെങ്കിൽ എത്തുകയില്ല. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുന്നതിനെ ഊഹിച്ച് ഇന്ന സ്ഥലത്ത് എത്തും എന്ന് കണക്കുകൂട്ടി പ്രവർത്തിക്കുന്നത് എന്താണ്? അതിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള ഭാഗമാണ്. ഭൗതികം എന്ന് പറയുന്നതും ആത്മീയം എന്ന് പറയുന്നതും തമ്മിൽ ഒന്ന് ഫിസിക്കലും ഒന്ന് സ്പിരിച്വലുമാണ്. ആത്മീയം എന്ന് പറയുന്നത് സ്പിരിച്വൽ ആണ് എന്ന് പറയുന്നത് അതിന് ഇന്ദ്രിയ ഗോചരത്വം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത് തെറ്റാണെന്നല്ല. ഞാൻ 1 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും, അവിടെ വെയിറ്റ് ചെയ്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഇതൊക്കെ സംഭവിക്കും. അതിന് വേറെ എന്തെങ്കിലും
കുഴപ്പം വന്നാൽ മാത്രമേ അത് സംഭവിക്കാതിരിക്കൂ. അത് ഫിസിക്കൽ ഫീൽഡിലും അത് തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അത് നടക്കുകയില്ല. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇടയ്ക്ക് എന്തെങ്കിലും സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നിന്നുപോകും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഫിസിക്കലായിട്ടുള്ളതും സ്പിരിച്വലായിട്ടുള്ളതും എല്ലാം നമ്മളതിനെ ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഫിസിക്കൽ എന്നോ സ്പിരിച്വൽ എന്നോ, സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയപരമാണ്. എന്തിൻ്റെ ആശയപരമല്ലാതെ ഫിസിക്കൽ പോലും നമുക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല. എന്താ, നമ്മളെ ഓപ്പറേഷൻ ചെയ്യുന്നു, എനിക്ക് ബോധമില്ലെങ്കിൽ എനിക്കതിനെ ഒരു വിധത്തിലും അറിയാൻ പറ്റുകയില്ല. ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഫിസിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. ബോധമുള്ള ഒരാളെ ബോധത്തോടു കൂടി ഓപ്പറേറ്റ് ചെയ്യാൻ ചെന്നാൽ ആദ്യം കാണിച്ചത് തന്നെ ബോധത്തോടു കൂടി കാണിക്കണം. ബോധം ഇല്ലാത്തത് ചെയ്യും. കാണിക്കുന്നതെല്ലാം പ്രവർത്തിക്കുന്നതെല്ലാം ഒന്ന്. പക്ഷേ ഈ വ്യക്തിക്ക് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന സമയമുണ്ട്. ബോധമില്ലാത്തപ്പോൾ അതിന് പറ്റാത്ത വിധത്തിൽ ഉള്ള അവസ്ഥയും വരും. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഫിസിക്കൽ എന്ന് പറയുന്നതും സ്പിരിച്വൽ എന്ന് പറയുന്നതും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഈ അനുഭവങ്ങൾ, നമ്മളുടെ ഈ ജീവിതം പോലുള്ള എല്ലാ അനുഭവങ്ങളും ഉണ്ടാകും. അത് എന്താണ്? അത് ഉണർന്നിരിക്കുന്നവനെ സംബന്ധിച്ചത് സ്പിരിച്വൽ ആണെന്ന് പറയും. ഉറങ്ങി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവനെ സംബന്ധിച്ചത് ഫിസിക്കലാണ്. അവന് ആളുകളോട് വർത്താനം പറയാം, അവനകത്ത് സ്വപ്നത്തിൽ കാണുന്ന ആളുകളോട് വർത്താനം പറയാം, ഷേക്ക് ഹാൻഡ് കൊടുക്കാം, ഇടിക്കാം, വെടിവെച്ച് കൊല്ലാം, വേണമെങ്കിൽ കൊന്നെന്നും പറഞ്ഞ് ഇവനെ പിടിച്ചോണ്ട് പോയി തൂക്കിക്കൊല്ലുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകാം. എന്ത് വേണമെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ പറ്റുമോ അതൊക്കെ അവിടെയും സംഭവിക്കാം. അപ്പോൾ ഉണർന്നിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ അത് ഇല്ലാത്തതാണെന്ന് പറയും. ആ അവസ്ഥയിലിരിക്കുമ്പോൾ അയാള് അത് ഉള്ളതായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ അയാൾക്ക് ഭയമോ സന്തോഷമോ അതുപോലുള്ള ഒരു വികാരവും സ്വപ്നത്തിലുണ്ടാകില്ല. അങ്ങനെയല്ല. സ്വപ്നത്തിൽ അതിഭയങ്കരമായിട്ടുള്ള ഭയം ഉണ്ടാകാം, അത്യാനന്ദമുണ്ടാകാം, ഇത് ഉണരുന്നത് വരെ. അതുകൊണ്ട് ഫിസിക്കൽ എന്ന് പറയുന്നതും സ്പിരിച്വൽ എന്ന് പറയുന്നതും രണ്ടും തമ്മിൽ എന്താണ്, ഏത് ആംഗിളിൽ നോക്കുന്നു, ഏത് അവസ്ഥയിൽ നിന്ന് നോക്കുന്നു, നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണോ നോക്കുന്നത്, ഉറങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണോ നോക്കുന്നത് എന്നനുസരിച്ച് മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ടും ഒരേപോലെ തന്നെയാണ്. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലേ നമ്മളുടെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആധുനിക ശാസ്ത്രത്തിന്റെ അത്യന്താധുനിക ശാസ്ത്രത്തില് പഠിക്കുന്ന ഒരു കാര്യമാണ് ക്വാണ്ടം മെക്കാനിക്സ്. അത് സ്വപ്നത്തെ പറ്റി പറഞ്ഞാൽ നമുക്ക് പിന്നെയും വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ കാര്യം പറഞ്ഞാൽ ഈ യക്ഷിക്കഥ ഉൾക്കൊള്ളുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് നമ്മളുടെ ബ്രെയിൻ അതിനെ തള്ളിക്കളയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഉൾക്കൊള്ളുകയല്ലത്, അത് മനസ്സിലാക്കാമല്ലോ. അപ്പൊ അത്രയധികം ഇല്ലോജിക്കൽ എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, അത്യന്താധുനിക ശാസ്ത്രമായിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്നത്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഇപ്പോൾ ഇത്തിരീശെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്കെന്താണ്, ഈ നമ്മളുടെ ഈ പഠനങ്ങളിലുള്ള വ്യത്യാസങ്ങളെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പമുണ്ട്. 1000 കൊല്ലം മുമ്പ് ഒരേ കാര്യം വേദം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേദം തന്നെ. ആ വേദം 1000 കൊല്ലം മുമ്പ് പഠിക്കുന്നത് പോലെയല്ല ഇപ്പൊ പഠിക്കേണ്ടത് പോലെയല്ല ഒരു 100 കൊല്ലം കഴിഞ്ഞ് പഠിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് അതിനെ എഴുതി വച്ചിരിക്കുന്നത് അതേപോലെ പഠിക്കുകയല്ല ചെയ്യണത്. എന്നുവെച്ചാൽ കാര്യങ്ങൾ ഇപ്പൊ കാണുന്നതും സ്വപ്നത്തിൽ കാണുന്നതും കാര്യം ഒരുപോലെയാണ്. പക്ഷെ അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സാമ്യവും ഇല്ലാത്ത വിധത്തിലാണ്. സ്വപ്നത്തിൽ എൻ്റെ
ഒരു പരിചയക്കാരൻ എന്നെ വന്ന് തല്ലി എന്ന് പറഞ്ഞ് ഞാൻ ഉണർന്നു കഴിഞ്ഞിട്ട് ആ മനുഷ്യനെ ചെന്ന് പിടിച്ച് തല്ലാൻ പോകുന്നില്ല തിരിച്ച്. എന്താ വെച്ചാൽ അതും ഇതുമായിട്ട് നമുക്ക് വളരെ വ്യത്യസ്തമാണ് അവസ്ഥകൾ എന്ന് മനസ്സിലാക്കാൻ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് 1000 കൊല്ലം മുമ്പ് എങ്ങനെയാണോ അനലൈസ് ചെയ്തിരുന്നത് ആളുകൾ ഒരു വേദമന്ത്രത്തെ, അത് ആ ആശയം എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്, അതിന്റെ മെത്തേഡ്സ് വളരെ വ്യത്യസ്തങ്ങളായിരിക്കും ഓരോ കാലഘട്ടങ്ങളിലും. ആ മെത്തേഡ്സിന്റെ വ്യത്യാസത്തിൽ അത് നമ്മൾ അന്ന് അനലൈസ് ചെയ്ത വിധത്തിലല്ല ഇന്ന് അനലൈസ് ചെയ്യേണ്ടത്, ഇന്ന് അനലൈസ് ചെയ്ത വിധത്തിലല്ല നാളെ അനലൈസ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രോപ്പർ ടൂള് ഉപയോഗിച്ച് അതിന്റെ മെത്തേഡ് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉപയോഗിച്ച് അനലൈസ് ചെയ്യുമ്പോൾ ആ എന്താണോ അതിൽ നിർലീനമായിരിക്കുന്ന ശരിയായിട്ടുള്ള തത്വം അത് മനസ്സിലാകും. ദേശ വൈയക്തികമായിട്ടുള്ള വ്യത്യാസത്തോടുകൂടി അതിനെ അനലൈസ് ചെയ്ത് അതിന്റെ ആ ആശയത്തിന്റെ ശരിയായിട്ടുള്ള സത്ത മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ദിവസം ബാക്കി. ഓം നമഃ ശിവായ, നമഃ ശിവായ.